അപ്പോൾ കൊടൈക്കനാലിലെ പാർട്ട് 2 എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കൊടൈക്കനാലിൽ വന്ന് ബസ് ഇറങ്ങുന്നവരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരെ അടുത്ത നമ്മുടെ ഈ ടൂർ പാക്കേജിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഏതാണ്ട് 3 ദിവസത്തോളം നമുക്ക് കൊടൈക്കനാലിൻ്റെ ഭാഗങ്ങൾ പല ഭാഗത്തേക്ക് കറങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസത്തേക്കുള്ളൊരു പാക്കേജ് 200 രൂപ കൊടുത്ത് അടച്ച് സെറ്റ് ചെയ്ത് അപ്പോൾ പോകുന്ന യാത്രയുടെ കുറച്ച് വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴെ പോയി ഭക്ഷണം കഴിച്ച് തമിഴ്നാട് ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ വെജ് ആഹാരമാണ് കഴിക്കാറുള്ളത്. അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്നപ്പോൾ ഗൈഡ് വിളിച്ചിരുന്നു, പോകാനുള്ള സമയമായെന്നും പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ യാത്രയ്ക്കുള്ള പാക്കേജ് എടുത്തിരിക്കുന്ന യാത്രയിൽ പോകുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത്. കാണുന്ന വണ്ടിയിലേക്ക് ഞാൻ കയറി. ഈ കാണുന്ന ഫ്രണ്ട് ഭാഗത്തേക്ക് ഞാൻ ഗൈഡിനോട് പറഞ്ഞു എനിക്ക് ആ ഭാഗം തന്നെ വേണം. ഗൈഡ് ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു മനുഷ്യനെ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഡ്രൈവർ നല്ലൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെട്ട് പല ഭാഗങ്ങളിലായി ഈ ഗൈഡും ഇതിൻ്റെ ഏജന്റുമാരും ആൾക്കാരെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെയും കൂട്ടിയാണ് ബാക്കി സ്ഥലത്തേക്ക് നമ്മൾ യാത്രയാകുന്നത്. ബസ് പുറപ്പെട്ട് ആദ്യം പോയത് കോക്കസ് വാക്കിലാണ്. കൊടൈക്കനാൽ തടാകത്തിന് സമീപമുള്ള കോക്കസ് വാക്കിൽ മേഘങ്ങൾക്കിടയിലൂടെ ഒരു മിസ്റ്റിക് നടത്തം ആസ്വദിക്കും. പ്രകൃതി സ്നേഹികളും ഷട്ടർ ബഗ്ഗുകളും ഈ സ്ഥലം നഷ്ടപ്പെടുത്തരുത്. കാരണം ഇത് പ്രദാനം ചെയ്യുന്ന കാഴ്ചയും അന്തരീക്ഷവും വിവരണീയമാണ്. രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെ തുറന്നിരിക്കുന്ന നടപ്പാത കൊടൈക്കനാൽ തടാകത്തിന് വളരെ അടുത്താണ്. അപ്പോൾ അവിടുന്ന് കയറി ചെല്ലുമ്പോൾ ഒരു എൻട്രി പാസ് ഒക്കെ ഉണ്ട്. 20 രൂപയാണ് അതിന് ചാർജ് ആക്കുന്നത്. ഈ കാണുന്ന വൃക്ഷം എന്നത് നീലവാഹ മരമാണ്, അതായത് ജക്രാന്ത എന്നറിയപ്പെടുന്ന നീലവാഹ. കോക്കസ് വാക്കിന്റെ ദൈർഘ്യം എന്നത് ഉള്ള പാതകൾ കാഴ്ചകൾ കാണുന്നതിനും ചുറ്റിക്കറങ്ങുന്നതിനും അനുയോജ്യമായ സ്ഥലമാണ്. സൂര്യോദയവും സൂര്യാസ്തമയവും ആസ്വദിക്കാനാണ് സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. വാനലൻ ഹോസ്പിറ്റലിൽ നിന്ന് ആരംഭിച്ച് സെന്റ് പീറ്റേഴ്സ് പള്ളിക്ക് സമീപമാണ് പാത കടന്നു പോകുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ വഴിയുടെ ഇരുവശത്തും വേലികളുണ്ട്. ഈ നടപ്പാത 1872 ലെഫ്റ്റനന്റ് കോക്കർ ചെങ്കുത്തായ മലഞ്ചെരുവിൽ നിർമ്മിച്ചതാണ്. നടപ്പാതയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് പാമ്പാർ നദി തടാകം സ്ഥിതി ചെയ്യുന്നത്. പകൽ വ്യക്തമാണെങ്കിൽ സഞ്ചാരികൾക്ക് തെക്ക് ഡോൾഫിന്റെ മൂക്ക് പോയിന്റും പെരിയകുളം പട്ടണവും മധുര നഗരവും വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയും. ഭാഗ്യം അനുകൂലമാണെങ്കിൽ മഴവില്ല് പ്രഭാവലയം ഉപയോഗിച്ച് മേഘങ്ങളിൽ നിങ്ങളുടെ നിഴൽ കാണാം. ഈ പ്രതിഭാസത്തെയാണ് ബ്രോക്കൺ സ്പെക്ടർ എന്ന് വിളിക്കുന്നത്. ഈ കാണുന്ന വൃക്ഷം ഈ പ്രദേശത്തെ ഒരു സൂപ്പർ ഹീറോ ആണ്. മിക്കവാറുമുള്ളവർ ഇതിന്റെ ചുവട്ടിൽ വന്ന് ഫോട്ടോ എടുക്കാറുള്ളത് പതിവാണ്. ലാൻഡ്സ്കേപ്പിന്റെ വ്യക്തതയും വിശാലവുമായ കാഴ്ച ആസ്വദിക്കാൻ നടപ്പാതയിൽ ഒരു നിരീക്ഷണാലയമുണ്ട്. മൂടൽമഞ്ഞ് വീഴുന്നതിന് മുമ്പ് 2:30 മുമ്പ് സ്ഥലം സന്ദർശിക്കുന്നത് നല്ലതാണ്. പ്രവേശന ഫീസ് ഒരാൾക്ക് 10 രൂപയും ടെലിസ്കോപ്പ് ഒബ്സർവേറ്ററിയിലേക്ക് 20 രൂപയുമാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫിക്ക് 30 രൂപ അധികമായി നൽകണം. സത്യത്തിൽ മൂടൽമഞ്ഞ് കാരണം ഈ പറഞ്ഞ പ്രദേശങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, സഞ്ചാരികൾക്ക് തെക്ക് ഡോൾഫിന്റെ മൂക്ക് പോയിന്റും പെരിയകുളം പട്ടണവും മധുര നഗരവും വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ കഴിയും എന്നും. ഭാഗ്യം അനുകൂലമാണെങ്കിൽ മഴവില്ല് പ്രഭാവലയം ഉപയോഗിച്ച് മേഘങ്ങളിൽ നിങ്ങളുടെ നിഴൽ കാണാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നിർഭാഗ്യകരവശാൽ എനിക്കിതൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. കാരണം മൂടൽമഞ്ഞാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു ആ പ്രദേശം. അരിഞ്ഞ മാമ്പഴങ്ങളും വേൽ പോലുള്ള ചാട്ടുകളും നിങ്ങൾക്ക് വിളമ്പുന്ന ഭക്ഷണശാലകൾ നടത്താത്തിനടുത്തുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ഊഷ്മള വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളും
മൊമൻറ്റോകളും സുവനീറുകളും ഉണ്ട്. മണിക്കൂറിന് 30 രൂപ നിരക്കിൽ സൈക്കിളുകൾ വാടകയ്ക്ക് ലഭിക്കും. ആ പ്രദേശത്ത് സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ലോക്കറുകളുമുണ്ട്. റോഡ് കുത്തനെയുള്ളതിനായതിനാൽ സുഖപ്രദമായ നടത്തം അനുഭവിക്കാൻ സ്ലിപ്പറുകൾക്കും ഹീൽസിനും പകരം സ്പോർട്സ് ഷൂകൾ ധരിക്കുന്നത് നല്ലതാണ്. പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതിനാൽ കയ്യിൽ ഒരു ഫ്ലാസ്കോ ചെറിയ ബോട്ടിലോ വെള്ളമൊക്കെ വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ഈ പ്രദേശം ഫുള്ള് കവർ ചെയ്ത് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഗൈഡ് പറഞ്ഞത് തിരിച്ചു തന്നെ വരണമെന്നാണ്. പക്ഷെ പറഞ്ഞ കേൾക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് പുള്ളി പറഞ്ഞ വഴി തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും അത്രയും നടക്കണം. അതിനാൽ ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റൂടെ തന്നെ നടന്ന് വണ്ടി കിടക്കുന്ന പ്രദേശത്ത് വന്നു. അപ്പോൾ ഇനി പോകുന്നത് ബ്രെയിൻ പാർക്കിലേക്കാണ്. കയറി ചെല്ലുന്ന ഭാഗത്ത് മുൻവശത്ത് തന്നെ അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഉള്ള അതിൻ്റെ ചാർജാണ്. അപ്പോൾ എനിക്ക് 30 രൂപയാണ് ആയത്. ബ്രെയിൻ പാർക്കിനെ കുറിച്ച് വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ വേനൽക്കാലത്തും ബ്രെയിൻ പാർക്കിലെ വാർഷിക പുഷ്പ പ്രദർശനം ആരംഭിക്കുമ്പോൾ കൊടൈ തടാകത്തിന്റെ തടാക തീരങ്ങൾ അല്ലെങ്കിൽ തടാകത്തിന്റെ മുൻഭാഗം നിറത്തിന്റെയും സുഗന്ധത്തിന്റെയും ഒരു പൊട്ടിത്തെറിയിലേക്ക് പൊട്ടിത്തെറിക്കുന്നു. കൊടൈ തടാകത്തിന്റെ കിഴക്കൻ മുൻവശത്തുള്ള ബ്രയൻ പാർക്ക് ഹിൽ സ്റ്റേഷന്റെയും അത്ര തന്നെ പഴക്കമുള്ള അപൂർവവും വിശേഷങ്ങളുമായ സസ്യങ്ങളും മരങ്ങളും ശേഖരങ്ങളും കൊള്ളുന്ന മനോഹരമായ ഒരു ബോട്ടണിക്കൽ ഗാർഡനാണ്. 1908 മധുരയിൽ നിന്നുള്ള ഫോറസ്റ്റ് ഓഫീസറായ HD ബ്രയൻ കൊടൈക്കനാൽ തടാകത്തിൽ സമീപമുള്ള ഒരു ചെറിയ പാർക്ക് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ പേരുള്ള പാർക്ക് ഇപ്പോൾ 20 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു ബോട്ടണി ഗാർഡനായി വികസിച്ചിരിക്കുന്നു. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രിക്കുന്ന ബ്രയൻ പാർക്ക് വർഷങ്ങളായി കൊടൈക്കനാലിന്റെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായും ഐക്കണിക് ലാൻഡ്മാർക്കായി മാറിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ച വൈവിധ്യമാർന്ന സസ്യങ്ങൾ, കള്ളിച്ചെടികൾ, മരങ്ങൾ എന്നിവയുടെ ഭവനമായ ബ്രെയിൻ പാർക്ക് എണ്ണമറ്റ പൂക്കളുടെ നിറങ്ങളും സുഗന്ധങ്ങളും കൊണ്ട് അലങ്കരിച്ച ശാന്തമായ ഭൂപ്രകൃതിക്കിടയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ്. 1000-ലധികം വ്യത്യസ്ത തരം റോസാപ്പൂക്കളുടെ ശേഖരം പാർക്കിലുണ്ട്. വേനൽ മാസങ്ങളിൽ പൂക്കളിൽ നിറയെ പൂക്കളുണ്ടാകുന്നതിനാൽ പാർക്ക് മുഴുവനും കാർണിവലക്സ് അന്തരീക്ഷമായി മാറുന്നു. വൈവിധ്യമാർന്ന വിദേശ സസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന പാർക്കിന്റെ സവിശേഷതയാണ് ഗ്ലാസ് ഹൗസ്. ഏകദേശം 175 വർഷം പഴക്കമുള്ള ഒരു യൂക്കാലിപ്റ്റസ് മരം പാർക്കിലുമുണ്ട്. ചെടികളുടെയും മരങ്ങളുടെയും വൈവിധ്യമാർന്ന പാർക്കിനെ വൈവിധ്യമാർന്ന ചിത്രശലഭങ്ങളും പക്ഷികളും ആവാസ കേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. പൂക്കളുടെയും നൃത്തമാടുന്ന ചിത്രശലഭങ്ങളുടെയും നടുവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി വെറുതെ ചുറ്റി നടക്കുവാൻ കൊടൈക്കനാലിൽ ഇതിലും നല്ല സ്ഥലം വേറെയില്ല. പാർക്കിലെ എണ്ണിയാലൊടുങ്ങാത്ത റോസാപ്പൂക്കളും പൂക്കളുടെ ഗന്ധവും ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു കുളം പോലെയുണ്ട്. താമരകളുടെ വള്ളികളും അതുമൊക്കെ നമുക്ക് അത് കാണാൻ സാധിക്കും. പക്ഷേ ചൂടിന്റെ കാഠിന്യത്താൽ കുളം വറ്റി വരേണ്ട അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. മെയ് മാസത്തിൽ നടത്തപ്പെടുന്ന വാർഷിക പുഷ്പ പ്രദർശനം പാർക്കിന്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കുവാൻ പാർക്ക് സന്ദർശിക്കുവാനുള്ള ഏറ്റവും മുക്തമായ ഒരു സമയമാണ്. ഹോർട്ടിക്കൾച്ചർ വകുപ്പാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. കൂടാതെ സമീപ ഗ്രാമങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന പൂക്കളും ചെടികളും പ്രദർശിപ്പിക്കുവാൻ കൂട്ടിച്ചേർക്കുന്നു. വിദ്യാഭ്യാസത്തിനുള്ള പ്രായോഗിക കേന്ദ്രവുമായ അലങ്കാര പൂന്തോട്ട പരിപാലനത്തിനുള്ള ഒരു പ്രദർശന കേന്ദ്രവും കൂടിയുമാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത്. ബ്രയൻ പാർക്കിലെ പൂക്കളുടെ ചിത്രശലഭങ്ങളും ഇടയിൽ ഉച്ചതിരിഞ്ഞ് ചെലവഴിക്കാതെ കൊടൈക്കനാലിലേക്കുള്ള നിങ്ങളുടെ സന്ദർശനം അപൂർണവുമാണ്. സത്യം പറഞ്ഞാൽ വളരെയധികം പൂക്കൾ കുറവായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഈ പുതിയ ചെടികൾ വെച്ച് വരുന്ന ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു 2 മാസം കൂടെ കഴിയുമ്പോഴേക്ക് പൂർണ്ണമായും നല്ല രീതിക്ക് നിറഞ്ഞിരിക്കുമെന്നാണ് അവിടെ ഇതൊക്കെ പരിപാലിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭയങ്കരമായ ഒരു രീതിയിലുള്ള കാഴ്ചയിൽ എനിക്ക് അന്ന് അവിടെ പൂവും കാര്യങ്ങളൊന്നും തോന്നില്ല. കാരണം അത്രത്തോളം നാട്ടിൽ വെയിലുള്ള സമയത്തൊക്കെയാണ് ഞാൻ ഈ യാത്ര പോയത്. ആ സമയത്ത് അവിടെ ഈ വെയിലിൻ്റെ ഒരു കാഠിന്യ കുറവുണ്ട്. ചെറിയൊരു ക്ലൈമറ്റ് ഒരു തണുപ്പ് പോലെ ഉണ്ടെങ്കിലും ആ വെയിലിൻ്റെ ഒരു റിയാക്ഷൻ അവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ആ ഒരു കുളമൊക്കെ നേരത്തെ കാണിച്ചപ്പോൾ കണ്ടല്ലോ എങ്ങനെ കിടക്കുന്ന അവസ്ഥയെന്ന്.
അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പാർട്ട് 3 വരുന്നുണ്ട് കൊടൈക്കനാൽ. അപ്പോൾ ബുഡ കേവിനെ കുറിച്ചൊക്കെയാണ് വരുന്നത്. അപ്പം ഫൈൻ ഫോറസ്റ്റ്, അപ്പോൾ അതിനെക്കുറിച്ചൊരു ഗംഭീര വീഡിയോ ഇടുന്നതായിരിക്കും പാർട്ട് 3 ആയിട്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.